എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 214 റൺ ടോട്ടൽ അവിടെ ഉയർത്തിയ സമയത്ത് ചെന്നൈ തോറ്റു എന്ന് തന്നെയാണ് ഉറപ്പിച്ചത്. പക്ഷേ തിരിച്ച് ബാറ്റിങ്ങിന് ഇറങ്ങിയ ചെന്നൈക്ക് വേണ്ടിയിട്ട് ആയുഷ് മാത്രയുടെയും അതോടൊപ്പം തന്നെ ജഡേജയുടെ ഇന്നിംഗ്സ് കാണുമ്പോൾ ഈ ഒരു മത്സരം ചെന്നൈ ജയിച്ചു എന്ന് ഉറപ്പിച്ചു. അതിനുശേഷം ബാക്ക് ടു ബാക്ക് 2 വിക്കറ്റ് എടുത്ത് ബാംഗ്ലൂർ ഈ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. അതിനുശേഷം വീണ്ടും മത്സരത്തിലേക്ക് ചെന്നൈ തിരിച്ചു വരുന്നു. ആൻഡ് ക്ലൈമാക്സിൽ അവിടെ ബാംഗ്ലൂർ വിജയിക്കുന്നു. ബാംഗ്ലൂരിന്റെ കയ്യിൽ നിന്നും തെന്നി മാറിപ്പോയ മത്സരമാണ്. ചെന്നൈക്ക് അത് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. സോ ബാംഗ്ലൂർ വിജയിക്കുന്നു. ഫീൽഡിംഗ് സൈഡിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ബാംഗ്ലൂർ കാഴ്ചവെച്ചു. പക്ഷേ ഭാഗ്യം ഇന്ന് ബാംഗ്ലൂരിനൊപ്പമായിരുന്നു. ചിന്നസ്വാമിയിലെ ആ ഒരു നരകം എന്നുള്ള പ്ലാൻ മാറ്റിവെക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു ബാംഗ്ലൂർ. എന്തായാലും മറ്റൊരു വിജയം കൂടി ചിന്നസ്വാമിയിൽ നേടിയെടുക്കാൻ ബാംഗ്ലൂരിന് സാധിക്കുകയാണ്. ബാംഗ്ലൂർ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജേക്കബ് ബദലിന്റെയും അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലിയുടെയും കൂടി മികച്ചൊരു സ്റ്റാർട്ടിങ്ങിലാണ് ബാംഗ്ലൂർ ഇന്നിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കിഡ്ലൻ സ്റ്റാർട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വിരാട് കോഹ്ലി 33 ബോളിൽ 62 റൺസ്, അതോടൊപ്പം തന്നെ 33 ബോളിൽ 55 റൺസായിട്ട് ജേക്കബ് ബദൽ. പിന്നീട് വന്ന ദേവദത്ത് പടിക്കലും ജസത് പട്ടിദാറിനും കാര്യമായിട്ട് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഫിനിഷിംഗിലാണ് ബാംഗ്ലൂർ തിരിച്ചിത്രയും സ്കോർ എടുക്കുന്നത്. റൊമാനിയോ ഷെപ്പേർഡിന്റെ 14 ബോളിൽ 53, 378.57 സ്ട്രൈക്ക് റേറ്റ്. ശരിക്കും കൊന്നു കളയായിരുന്നു ചെന്നൈ ബോളേഴ്സിനെ. ഖലീൽ അഹമ്മദിനെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ആണ്. ബാക്കി എല്ലാവരും 10 താഴെ എക്കോണമിയിൽ നിന്നപ്പോൾ ഖലീൽ അഹമ്മദ് 65 റൺസാണ് 3 ഓവറിൽ നിന്നും വിട്ടുകൊടുത്തത്. ശരിക്കും കിളി പറത്തിയ ഇന്നിങ്സ് ആയിരുന്നു അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. റൊമാനിയോ ഷെപ്പേർഡിന്റെ അടി കണ്ടിട്ട് പൊളിഞ്ഞു ശരിക്കും. തിരിച്ച് ബാറ്റിംഗ് ഇറങ്ങിയ ചെന്നൈയുടെ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ആയുഷ് മാത്രമേ കിട്ടിലിനായിട്ടാണ് ഒരു സൈഡിൽ കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മറു സൈഡിൽ നല്ല പാർട്ണർഷിപ്പ് കിട്ടാതെ വന്നപ്പോൾ രവീന്ദ്ര ജഡേജ വന്നിട്ട് മാസ് ആയിട്ടൊരു ഗെയിമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ ഫാൻസ് പോലും ഇന്ന് ജഡേജ എന്താണ് ഇങ്ങനെ കളിക്കുന്നത് ഓർത്ത് അന്തിച്ച് നിന്ന് കാണും. കിടിലായിട്ട് തന്നെയാണ് കളിച്ചത്. 45 ബോളിന് 77 റൺസ്, 171 സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശത്. ആക്ച്വലി അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആയുഷ് മാത്തയുടെ വിക്കറ്റ് പോയതിനു ശേഷം അവിടെ ഡിവാൽ ബ്രേവിസ് വരുന്നു. ആ ഒരു LBW ഡിസിഷൻ എടുക്കാൻ നല്ല രീതിയിൽ താമസിക്കുന്നു. അവിടെ ടൈമർ ഔട്ടായി പോകുന്നു. ബ്രേവിസിന് കയറി പോകേണ്ടി വരുന്നു. അതിന് കഴിഞ്ഞ് ആ ഒരു LBWന്റെ ഇത് കാണിച്ചപ്പോഴാണ് മനസ്സിലായത് അത് സ്റ്റമ്പിലേക്കല്ല ഹിറ്റ് ചെയ്യുന്നത്. എന്തായാലും ആ ടൈം കളഞ്ഞതുകൊണ്ട് ആ ഒരു വിക്കറ്റ് അവിടെ നഷ്ടമാണ്. പിന്നെ ഇന്ന് ധോണിയാണ് ദൂബൈക്ക് മുകളിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ധോണി ആക്ച്വലി ആ ഒരു 6 അടിച്ചെങ്കിലും പിന്നീടുള്ള ബോളുകളിൽ കണക്ഷൻ ഒന്നും സെറ്റ് ആവുന്നില്ല. 12 റണ്ണാണ് 8 ബോളിൽ നിന്ന് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദൂബൈ വന്ന് ആ ഒരു 6 അടിച്ച സമയത്ത് മത്സരം ചെന്നൈ വിജയിച്ചു എന്ന് ഉറപ്പിച്ചതാണ്. പക്ഷേ അവിടുന്ന് പിന്നീട് വ്യാഷ് ദയാൽ മികച്ച രീതിയിൽ തന്നെ ബോൾ ചെയ്ത് ആ ഒരു ഇത് പിടിച്ചു. പിന്നെ ഇടയ്ക്ക് ആ സുയാഷ് എറിഞ്ഞ ഡെത്ത് ഓവറിൽ സുയാഷ് എറിഞ്ഞ ആ ഒരു ഓവർ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കിട്ടിലായിട്ടാണ് എറിഞ്ഞത്. ഭുവനേശ്വർ കുമാറിന്റെ ഓവറിൽ അടി കിട്ടുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ സുയാഷ് കിട്ടില്ലെന്ന് തന്നെ പറയണം. 4 ഓവർ 43 റൺസ് കൊടുത്തെങ്കിലും ഡെത്തിലെറിഞ്ഞ ആ ഒരു ഓവർ ഭയങ്കരമായിട്ട് പിടിച്ചാണ് പുള്ളി എറിഞ്ഞിട്ടുള്ളത്. അത് മത്സരം ജയിപ്പിക്കാൻ കാരണം ആ ഇടയ്ക്ക് കോഹ്ലി ലാസ്റ്റ് ആ ഒരു ഓവറിൽ 4 ഒക്കെ വിട്ടുപോകാതെ ഞാൻ ഓർത്ത് ഇത് ഉറപ്പായിട്ട് ചെന്നൈ കൊണ്ടുപോകാറുണ്ട്. ഫീൽഡിംഗ് സൈഡിൽ ഒരുപാട് മിസ്റ്റേക്ക് RCB ഉണ്ടായിരുന്നു. എന്തായാലും പോയിന്റ് ടേബിളിൽ RCBക്ക് ഇന്ന് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതെന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് RCB. പോയിന്റ് ടേബിൾ അപ്പായിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയാം. ഒറ്റ സെക്കൻഡ് കേസ് ചെയ്യുമ്പോൾ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. 11 മത്സരങ്ങളിൽ 16 പോയിന്റുമായിട്ട് പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തേക്ക് ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാംഗ്ലൂർ പ്ലേ ഓഫ് കളിക്കാനുള്ള സാധ്യതകൾ 90% നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. നിങ്ങൾ അഭിപ്രായങ്ങൾ ബൈ.